ഹഫീദ മക്കളെ എന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. A body of mass 30 kg has a momentum of 150 kg/m/s എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ. ഫൈൻഡ് ഇറ്റ്സ് വെലോസിറ്റി എന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആണ് അല്ലെ. നമുക്കറിയാം മൊമെന്റം ഇവിടെ തന്നിട്ടുണ്ട്, അതിൽ നിന്നും വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് P = mv എന്ന് പറയുന്ന ഇക്വേഷൻ അങ്ങോട്ട് കൊടുക്കാം. അതാണല്ലോ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് മാസ് തന്നിട്ടുണ്ട്, അത് 30 കിലോഗ്രാം ആണ് അല്ലെ. ആൻഡ് നമുക്ക് ഇതിന്റെ മൊമെന്റം തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 150 kg/m/s അല്ലെ. kg/m/s എന്ന് പറയുന്നത് നമ്മുടെ മൊമെന്റത്തിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ് അവിടെയുള്ള വെലോസിറ്റി എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം, v = p/m ചെയ്താൽ മതി അല്ലേ. v = p/m ചെയ്താൽ സിമ്പിൾ ആയിട്ട് നമുക്ക് അവിടെയുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാം. സോ ദാറ്റ് p എന്ന് പറയുന്നത് 150 / m എന്ന് പറയുന്നത് 30. സിമ്പിൾ അല്ലേ. സോ വി വിൽ ഗെറ്റ് as 5 അല്ലെ. 5 ആണ് നമ്മളുടെ വെലോസിറ്റി. 5 m/s നമുക്ക് വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞു. സിമ്പിൾ അല്ലെ. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരുപാട് എക്സാംസിന് നമ്മളിത് കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ആനുവൽ എക്സാം ആയാലും അല്ലെ നമ്മുടെ ഹാഫ് ഇയർലി എക്സാം ആയാലും ഒക്കെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആണ്. സോ നോക്കിയോ, an object is turned vertically upward, what is its momentum at the highest point? ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു ഒബ്ജക്റ്റിനെ മുകളിലോട്ട് എറിയാൻ പോവാണേ. മുകളിലോട്ട് ഒരു ബോളിൽ നിന്ന് എന്ത് ചെയ്യണം, മുകളിലോട്ട് എറിയാൻ പോകുന്ന സമയത്ത് അതെന്ത് ചെയ്യും, മാക്സിമം ഹൈറ്റിൽ എത്തിയിട്ട് ഒരു ചെറിയ മൊമെന്റിലോട്ട് അത് സ്റ്റോപ്പ് ആയിട്ട് എന്ത് ചെയ്യും, താഴേക്ക് വരും അല്ലെ. താഴേക്ക് എന്തായാലും വരും. ഏത് സാധനത്തിന് മുകളിലോട്ടിട്ടാലും താഴേക്ക് വരും. എന്താ സംഭവിക്കുന്നത്, ഞാൻ എറിയുന്ന സമയത്ത് അത് മാക്സിമം അതിന് ആകുന്ന അത്രയും അല്ലെ മാക്സിമം ഹൈറ്റിലോട്ട് പോയിട്ട് ഒരു സ്പാൻ ഓഫ് അല്ലെ ഒരു കുഞ്ഞു സമയം അവിടെ സ്റ്റോപ്പ് ആയിട്ട് താഴേക്ക് വരും അല്ലെ. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, അറ്റ് മാക്സിമം ഹൈറ്റ് അല്ലെ, മാക്സിമം ഹൈറ്റില് ഒരു ചെറിയ സമയത്തേക്ക് അത് സ്റ്റോപ്പ് ആവുന്നുണ്ട് അല്ലെ. അതിനെന്താ സ്റ്റോപ്പ് ആവുന്നത്, അതിന്റെ വെലോസിറ്റി സ്റ്റോപ്പ് ആവുന്നുണ്ട് അല്ലെ. അതിന്റെ വെലോസിറ്റി എന്താകുന്നുണ്ട്, 0 ആവുന്നുണ്ട്. അതിനുശേഷമാണ് അത് താഴേക്ക് വരുന്നത്. അതായാൽ മാത്രമേ താഴേക്ക് വരാൻ പറ്റുള്ളൂ, അതും നമുക്കറിയാം അല്ലെ. സോ മൊമെന്റം അല്ലെ, മൊമെന്റം m നമുക്കറിയാം, അത് m എന്ന് എടുക്കാം അല്ലെ. സോ ഹയസ്റ്റ് പോയിന്റില് അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ്, അറ്റ് ദി ഹയസ്റ്റ് അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റ് അല്ലെ, അറ്റ് ദി മാക്സിമം ഹൈറ്റില് നിങ്ങൾ മനസ്സിലാക്കുക വെലോസിറ്റി എന്ന് പറയുന്നത് 0 അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള മൊമെന്റം = മാസ് ഇൻറ്റു വെലോസിറ്റി. സോ ദാറ്റ് വി വിൽ ഗെറ്റ് മാസ് ഇൻറ്റു 0 അല്ലെ, മാസ് ഇൻറ്റു 0 ആൻഡ് വി വിൽ ഗെറ്റ് p = 0. അതാണ് അവിടെയുള്ള മൊമെന്റം കേട്ടോ. അത് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ മാസ് ഓഫ് ദ ബോഡി ഈസ് ഡബിൾഡ്, മാസിനെ ഡബിൾ ആക്കുന്നു, ആൻഡ് ഇറ്റ്സ് വെലോസിറ്റി ബിക്കം ഹാഫ്, വെലോസിറ്റി നമ്മൾ ഹാഫ് ആക്കുന്നു, ദെൻ ഫൈൻഡ് ദ ലീനിയർ മൊമെന്റം ഓഫ് ദ ബോഡി. ലീനിയർ മൊമെന്റം നമ്മൾ പറയുന്ന മൊമെന്റം കേട്ടോ, p = mv. ഓക്കെ, നമുക്കറിയാം മൊമെന്റം എന്തായിരുന്നു, മൊമെന്റം = എന്താ മക്കളെ നമ്മൾ പഠിച്ചത്, മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലെ. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് പറയാണ് എന്താ ചെയ്യുന്നത്, മാസിനെ എന്താക്കുന്നു, ഡബിൾ ആക്കുന്നു. ഡബിൾ ആക്കുക മീൻസ് 2 × m ആക്കുന്നു അല്ലെ. ദെൻ വെലോസിറ്റി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ എന്താ പറയുന്നത്, വെലോസിറ്റിനെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഹാഫ് ആക്കുന്നു, അതായത് v/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ന്യൂ മൊമെന്റം കണ്ടുപിടിക്കാം അല്ലെ. സോ ഹിയർ നമ്മുടെ മൊമെന്റം = നമുക്കറിയാം ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റി. ഇവിടെ മാസ് 2m ആണ്, വെലോസിറ്റി v/2. സോ v/2, 2 ും 2 കട്ട് ചെയ്യും, then we will get mv. മാസിന്റെ വെലോസിറ്റി തന്നെ കിട്ടും. റിമെയിൻസ് ചേഞ്ച് അല്ലെ, റിമെയിൻസ് the same അല്ലെ, remains the same, no change here. അതാണ് നമ്മുടെ ആൻസർ. നമ്മളോട് ചോദിക്കും എന്താണ് സംഭവിക്കുക എന്നൊക്കെ ചോദിച്ചാൽ നോ ചേഞ്ച് അല്ലെ, നോ ചേഞ്ച്. അല്ലെങ്കിൽ നമുക്ക് പറയാം mv തന്നെയാണ് അല്ലെ, mv തന്നെ. തുടക്കത്തിൽ എന്തായിരുന്നു, mv തന്നെയായിരുന്നു. താഴെ
ഇതിപ്പോ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലും എന്ത് ചെയ്യുന്നില്ല, മൊമെന്റത്തിലെ വാല്യൂവിൽ ഒരു മാറ്റം വരുന്നില്ല. ഇതെന്താണ്, ഇക്വേഷൻ സെയിം തന്നെയാണ്. സോ ദിസ് ഈസ് ദി ആൻസർ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോന്റെ താഴെ ഇതിനുള്ള കമന്റ്സ് ആയിട്ട് അറിയിക്കേണ്ടോ. നിങ്ങൾ ഒരുപാട് കുട്ടികൾ വീഡിയോസ് കാണുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്ന കുട്ടികളുടെയും കമന്റ് ചെയ്യുന്ന കുട്ടികളുടെയും അളവ് വളരെ കുറവാണ്. ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള റെസ്പോൺസ് ആണ് ഈ ഫീഡ്ബാക്കും അതുപോലെ നിങ്ങളുടെ ലൈക്സിന്റെ കൗണ്ടൊക്കെ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഓക്കെ, ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. What is the magnitude of force needed to produce an acceleration of 14 meters by seconds in a box of mass 7 kilogram? ഫോഴ്സ് എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കിവിടെ മാസ് തന്നിട്ടുണ്ട് 7 കിലോഗ്രാം ആണ്, ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 14 മീറ്റർ ബൈ സെക്കൻഡ് സ്ക്വയർ ആണ്. ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, F is equal to ma. സോ ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണം. കൂട്ടത്തിൽ നമ്മുടെ ഫോഴ്സിന്റെ യൂണിറ്റ് എഴുതാൻ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.